3 മാസമായി ഈ വീടിന്റെ വാടക മുടങ്ങിയിട്ട്. അയാളാണെങ്കിൽ ഇന്നലെ ഇവിടെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മക്കളുടെ ഫീസ് അടച്ചിട്ടും കുറച്ചായി. വീട്ടിലെ സാധനങ്ങളാണെങ്കിൽ എല്ലാം തീർന്നിരിക്കുകയാണ്. അതെല്ലാം കൊടുക്കാന്നേ. ഏതായാലും നാളെ എനിക്ക് പണിയുണ്ടല്ല. തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ഏതായാലും ഞാൻ ലേറ്റ് എടുത്തേ. കാലത്ത് തന്നെ എനിക്ക് പണിക്ക് പോകാനുള്ളതാണ്. ഇനി കുറച്ച് വീടുകളൂടെ ഉള്ളൂ. റഹീംകാട് വീട്ടിലൊന്നും കയറാം. അതെ റഹീക്ക വന്നിട്ടല്ല. റഹീക്ക എന്തായി വർക്കിനിറങ്ങിയതാ? വീട്ടിലേക്ക് വരായിരുന്നു. പരിപാടിയുടെ കാര്യം പറയാനേ. മെയ് 16 മധുരസംഗമം. അപ്പോൾ കുടുംബസമേതം പങ്കെടുക്കണം. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇക്കാക്കറിയാല. RSS മതരാഷ്ട്രം എന്നുള്ള നിലയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഇതിനെതിരായിട്ട് എല്ലാ ജനവിഭാഗങ്ങളും പ്രതിഷേധിക്കേണ്ടതുണ്ട്. മതപരമായിട്ട് സംഘടിച്ചിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത്, മതനിരപേക്ഷമായിട്ടാണ്. എല്ലാത്തരം വർഗീയതയെ നമ്മൾ എതിർക്കുകയാണ്. ഇപ്പം നിർബന്ധമായിട്ടും 16-ാം തീയതിയിലത്തെ പരിപാടിയിൽ കുടുംബസമേതം പങ്കെടുക്കുക. റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുക. AT ജില്ലയിലാണ് വരുന്നത്, അറിയാലോ. അപ്പം എന്തായാലും എന്നാ ശരി. ഈക്ക സംഘടനയൊക്കെ പോന്നു. പണ്ടൊക്കെ ഉണ്ടായി. ഇപ്പം സംഘടനകളൊന്നുമില്ല. പരിപാടി കുളിച്ചിട്ടുണ്ടല്ല, വരുമായിരിക്കും. ഹലോ റഹീം, എന്താ പരിപാടി? ഞാൻ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. എന്താ വെച്ചേട്ടാ? എടാ, നീ പോകാൻ പറ്റേട്ടാ. നീ നമ്മുടെ ഗ്രൂപ്പ് ഒന്നും നോക്കാറില്ലേ? ഗ്രൂപ്പ് നോക്കിയില്ല. എന്താ? എടാ, ഒരു ചെറിയ പെങ്കുച്ചിനെ സർജറിക്ക് കുറച്ച് ബ്ലഡ് വേണം. ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നീ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് ചെല്ലാമോ? ഇത് എപ്പോഴത്? വൈകിട്ട് പോയാൽ മതിയാ? വേറൊന്നുമല്ല, ഒരാഴ്ചയായ പണിയുണ്ടായിട്ടേ. അപ്പൊ ഇന്നാണ് ഒരു പണി കിട്ടിയത്. കയ്യിലാണെങ്കിൽ കാശുമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ. നിനക്കൊരു ദിവസത്തെ പണിയാണ് വലുത്, ഒരു പെങ്കൊച്ചിന്റെ ജീവനാണ് വലുത്. അങ്ങനെയല്ല, എന്തായാലും ഞാൻ നോക്കട്ടെ. ഇത് എപ്പോഴത്? 12 മണിക്കാണ് സർജറി. ആ സമയത്ത് നീ അവിടെ വേണം. പിന്നെ നിനക്കറിയാലോ, നമ്മുടെ ഈ പരിസരത്ത് നിനക്ക് മാത്രമേ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൂ. ഒരു പെങ്കൊച്ചിന്റെ കാര്യമാടാ, നീ ചെല്ല്. ശരി വീച്ചേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. അയാളാണെങ്കിൽ ഇന്നലെയും ഇവിടെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മക്കളുടെ ഫീസ് അടച്ചിട്ടും കുറച്ചായി. ഹലോ, നിങ്ങൾ പോയണോ? ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പൊക്കോട്ടെ. വേണ്ട, കുഴപ്പമില്ല. സാറ് വളരെ ഉപകാരം. ശരി, എന്നാ പൊക്കോട്ടെ. റഹീം, റഹീമല്ലേ? അതെ. എന്നെ മനസ്സിലായ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. അന്ന് ബ്ലഡ് കിട്ടാവുന്നപ്പോൾ റഹീമാണോ എന്ന്. മനസ്സിലായി. ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യന്റ് എങ്ങനെയുണ്ട്? അവന് കുറവുണ്ട്. ഇപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ റഹീം എന്താ ഇവിടെ? ഞാനിതുപോലെ ഒരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. ആണോ? അതെ. ഇടയ്ക്ക് ഇതുപോലെ വരാറുണ്ട്. അന്ന് റഹീം വന്നില്ലായിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടായി പോയെന്നെ. അറിയാലോ, റെയർ ഗ്രൂപ്പാണ്, വേറെ കിട്ടാൻ വഴിയില്ല. അവസാനം താങ്കളൊന്ന് തന്നു. ഒരിക്കലും മറക്കൂല തന്നു കേട്ടാ. റഹീമിനെ അറിയുള്ളൂ. ഞാൻ നേരത്തെ ഒരു പ്രവർത്തകനായിരുന്നു. മറ്റുള്ള ജാതിക്കാരോടൊക്കെ എനിക്ക് പുച്ഛവും ഒക്കെ ആയിരുന്നു. നമ്മളവർക്കൊരു സഹായം ചെയ്യുകയോ അവരെ നമ്മളൊരു സഹായം സ്വീകരിക്കുകയോ ചെയ്യരുതെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോൾ റഹീമല്ല ഒന്ന് സഹായിച്ചത്. ഈ ജാതിയും മതമൊന്നും അല്ല റഹീം, മനുഷ്യത്വമാണ് വലുത്. ഇപ്പം ഞാൻ അതൊക്കെ മനസ്സിലാക്കണുണ്ട്. അത് പോട്ടെ,
അന്ന് ആ തിരക്കിനിടയില്ലേ എൻ്റെ തെറ്റാണ്. റഹീമിനൊന്നും കാണാനും എന്തെങ്കിലും ഒന്ന് തരാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് വേണ്ട വേണ്ട ഇപ്പൊ വേണ്ട പൈസ ഒന്നും അല്ല, ഇത് വേണ്ട കുറച്ച് വേണ്ട വേണ്ട പൈസ ഒന്നും വേണ്ട. എൻ്റെ ഒരു സമാധാനത്തിന്. അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ റഹീമിനെ എങ്ങനെ സഹായിക്കുക? റഹീമിന് എന്ത് ജോലി? പെയിന്റിങ്ങിന്റെ ജോലിയാണ്. ആ. അങ്ങനെ സ്ഥിരം ജോലിയൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും അറിയാം? വേറെ ഡ്രൈവിംഗ് അറിയാം. ആ, ലൈസൻസ് ലൈസൻസ് ഉണ്ട്. ആ, എന്നാൽ പിന്നെ ഞാനൊരു ജോലി തരാം. ഇതിലെൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിച്ചാൽ മതി കേട്ടാ. ജോലിയുടെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം, ഒരു ടെൻഷനും വേണ്ട. വലിയ ഉപകാരമായിട്ടാ. ആ ശരി. ജാതി മതവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരുമിച്ച്, അതെ, നമ്മൾ ഒന്നാണ്.